Hi friends, welcome back to our new video. Today video ഒരു garden tips video ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഈ പ്രിയപ്പെട്ട പ്ലാന്റുകൾ. ഏത് തിരക്കിനിടയിലും അവരുടെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളെ പോലെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്ലാന്റുകൾ ഇപ്പോഴും നല്ല കളർഫുൾ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം എൻ്റെ പ്ലാന്റുകൾ ഒരുപാട് വർദ്ധിച്ചു എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. ഈ അഗ്ലോണിമയുടെ എല്ലാം ചട്ടി നിറയുന്ന വീഡിയോസുകൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ അത് പോയിട്ട് കാണാം. അതുപോലെ കലേഡിയം പ്ലാന്റിൻ്റെ എല്ലാം ഞാൻ കലാത്തിയ അതിൻ്റെ എല്ലാം പ്ലാന്റ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഇടാം. വേണ്ടവരൊക്കെ പോയിട്ട് കാണാം. ഇത് എസ്പെഷ്യലി ഒരു പ്ലാന്റിനെ അല്ല, നമ്മുടെ എല്ലാ പ്ലാന്റിനും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ വേനൽ ചൂടിനെ നിന്ന് നമ്മുടെ പ്ലാന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ തണ്ണിമത്തൻ വത്തക്കയാണ്, വാട്ടർമെലോൺ. ഈ ചൂടുകാലത്ത് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാട്ടർമെലോൺ വത്തക്ക എന്ന് തന്നെയാവും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ളതെല്ലാം നമുക്ക് കഴിക്കാം. നമുക്ക് ഈ പ്ലാന്റ് കെയർസിന് വേണ്ടിയിട്ട് വേണ്ടത് ഇതിൻ്റെ തൊലിയാണ്. ഇത് കറി വെച്ചാൽ ഓലന് അതുപോലെ ജ്യൂസ് അടിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനും ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലിക്വിഡ് ആഴ്ചയിൽ ഒരിക്കൽ ഇട്ട് കൊടുത്താൽ ആ ഒരു വീക്ക് നമ്മൾ ചെടികൾ നനച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ബിസിയൊക്കെ ആകുമ്പോൾ നമുക്ക് നനക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പ്ലാന്റിന് ഒരു ക്ഷീണവും വരില്ല. അപ്പോൾ നമ്മൾ വാട്ടർമെലോണ് പീസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കല്ല വേണ്ടത്. നമ്മളിത് ജ്യൂസറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മൾ ഉള്ളിയുടെ വേസ്റ്റ്, ഈ വത്തക്കയുടെ തോട്, അതുപോലെ കഞ്ഞിവെള്ളമൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. നിങ്ങളുടെ പ്ലാന്റ് ലവർ ആണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ ഇതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഉള്ളിത്തോടും കോഴിമുട്ടയുടെ തോടും എഗ്ഷെല്ല് അതുപോലെ വത്തക്കയുടെ തോട്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ പഴയ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കുക. അത്രയും ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള വെള്ളം അരിച്ചെടുത്തിട്ട് നമ്മൾ ചെടികളുടെ ഇലകളിലേക്ക് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ചെടിയുടെ അഗ്ലോണിമയുടെ ഇലകൾ വെട്ടിത്തിളങ്ങാനും, അതുപോലെ അതിനൊരു ചില അഗ്ലോണിമ തൈകളിൽ പറയാറുണ്ട് ഇലകളുടെ നിറം മാറുന്നില്ല, നല്ല ഒരു കണ്ണാടി പോലെ ഇതിൻ്റെ ഇലകൾക്കൊരു തിളക്കം വരും നമ്മുടെ ചെടികൾക്ക്. അപ്പോഴാണ് നമ്മുടെ ഗാർഡൻ ശരിക്കും സൂപ്പറായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഈ ഇലകളിലേക്കെല്ലാം ഇതിങ്ങനെ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലിട്ടിട്ട് ഇതുപോലെ എല്ലാ ഇലകളിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇത് മാത്രം പോരട്ടെ, അടിഭാഗത്തും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ഒരു 3-4 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ടൂറ് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ 2 ദിവസം ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നമുക്ക് നനക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നാൽ അന്ന് വെച്ചിട്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് ഒരു കേടും വരില്ല. ഒരാഴ്ചയോളം നനക്കാതിരുന്നാലും ഒരു പ്രോബ്ലം വരാതിരിക്കും. അഗ്ലോണിമയുടെ തൈകൾ ചട്ടിയിൽ നിറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അതെടുത്തിട്ട് കാണുക കേട്ടോ. ഇത് എസ്പെഷ്യലി ഒരു ചെടികൾക്കും അല്ല, ഏത് ചെടികൾക്കും ഇത് ബാധകമാണ്. അതുപോലെ ഈ ഒരു ലൈൻ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കണ്ട. ഒരു ബക്കറ്റിലേക്ക് 3 ബക്കറ്റ് വീതം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജ്യൂസറിലിട്ട് അരച്ചെടുത്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യേണ്ട. ഞാൻ കഞ്ഞിവെള്ളം കുറച്ച് എക്സ്ട്രാ ഇവിടെ കരുതിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചെയ്താലും മതി. ഇലകളിലേക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഇതുപോലെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ഗാർഡൻ എപ്പോഴും ഉഷാറാവില്ല കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗാർഡൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പാമ്പ് ശല്യം ഉണ്ടാവില്ല. കാക്കാൻ്റെ ഉപ്പാക്കൊന്നും ഇഷ്ടമല്ല ഗാർഡന് ഈ പാമ്പിനെ വിളിച്ചു വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്യും. അതുപോലെ ഒരിക്കലും വാടിയ ഇലകൾ നമ്മളതിൽ നിർത്താൻ സമ്മതിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. അതുപോലെ ചട്ടി നിറയുമ്പോൾ തൈകൾ മാറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തടം തുറന്ന് കൊടുക്കണം. മണ്ണ് ഇങ്ങനെ അമർന്ന പോലെ കിടന്നാൽ അതിലേക്ക് വളവും അതുപോലെ വെള്ളം ഒന്നും ആയത്തിൽ ഇറങ്ങില്ല. അതൊരു കത്തിയോ ഫോർക്കോ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തടം ഇളക്കി കൊടുക്കണം. അതുപോലെ എല്ലാ ടൈമിലും എല്ലാ ചെടിയും ഒരേ ഭാഗത്ത് തന്നെ വെക്കാൻ പാടില്ല. ഒരാഴ്ച വെയിലില്ലാത്ത ഭാഗത്താണെങ്കിൽ ഒരാഴ്ച വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഞാൻ എത്ര നട്ടിട്ടും എൻ്റെ പൂന്തോട്ടം നന്നാവുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാടിയ ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക. നനക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകൾ കൂടി നന്നായിട്ട് നനയ്ക്കുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ലിക്വിഡ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് തടം കെട്ടിക്കൊടുക്കുക. പിന്നെ ആരെങ്കിലുമൊക്കെ ഒരു പ്ലാന്റിൻ്റെ പീസ് ചോദിച്ചാൽ പിശുക്ക് കാണിക്കരുത്. അവർക്ക് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊടുക്കുക.
അപ്പോൾ അവർ എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ തന്നല്ലോ, ഇനി ഇവരുടെ വീട്ടിൽ ഇത് നല്ല ഉണ്ടാവട്ടെ, എനിക്ക് തന്നതുകൊണ്ട് നിൻ്റെ ചെടി കേടുവരരുതെന്ന് പറഞ്ഞിട്ട് പോവട്ടെ നമ്മളിവരോട് ചോദിക്കുന്നവരൊക്കെ. ഇതെല്ലാം മക്കളെ പോലെ നോക്കി നടത്തുന്നവർ ഓരോരോ പീസുകൾ നെഞ്ഞി പിടയുന്ന വേദനയോടെ തന്നതാ. അൽഹംദുലില്ലാ, എനിക്കിഷ്ടപ്പെട്ട എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അഗ്ലോണിമ ഫുൾ റെഡ് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഒരാളത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ചങ്ക് ജുബി തന്നതാണ്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ജുബി, കുറേ പ്ലാന്റ് അവൾ തന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഗാർഡൻ നനയ്ക്കുന്ന ടൈം അത് നട്ടുച്ചയാവാൻ നോക്കുക. എല്ലാവരും പറയും വൈകുന്നേരം നനച്ചാൽ രാവിലെ നനച്ചില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, പിറ്റേന്ന് വൈകുന്നേരം വരെ അതിൻ്റെ നനവുണ്ടാവുന്നു. പക്ഷെ അത് വെറുതെയാണ്. നമ്മുടെ ഈ പ്ലാന്റുകൾക്കും ജീവനുണ്ട്. നമ്മളായാലും എന്താ, ഇപ്പോൾ നമുക്ക് ഉച്ച സമയത്തല്ലേ കൂടുതൽ ദാഹവും അതുപോലെ വിശപ്പൊക്കെ തോന്നുക. നമ്മൾ പറയാറുണ്ടല്ലോ ഒരു 12 മണി, ഇവിടെയൊക്കെ പറയാം പള്ളിക്കത്തൽ മാറ്റിയാൽ പറയും. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് വിശപ്പും ദാഹമൊക്കെ കൂടുതൽ. അപ്പോൾ ആ ടൈം ഒരു 12 മണി 1 മണി ടൈമിലാണ് ഞാനിവിടെ ചെടി നനയ്ക്കാറുള്ളത്. നമ്മളെ നഴ്സറികളിലെല്ലാം അങ്ങനെയാണ്, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ്. വൈകിട്ട് നമുക്കൊക്കെ ആ ഒരു ഉറക്കം വരുന്ന ആ ഒരു ടൈമല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെടികൾക്കും, അവർക്കും ജീവനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചോറ് മാത്രം തന്നാൽ നമുക്ക് മടുക്കൂല ഫുൾ ടൈം. അതുപോലെ തന്നെ വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ഇലകളും അതുപോലെ അടിവേരെല്ലാം നല്ല ശക്തിയോടെ ബലത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീനുകളൊക്കെ ഇടയ്ക്ക് കൊടുക്കുക. പിന്നെ പൂച്ചെടികൾ എനിക്ക് ആദ്യം വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതിൽ ഫ്ലവേഴ്സ് കുറവാണ്. എനിക്ക് അഗ്ലോണിമ അതുപോലുള്ള ഇലച്ചെടികളോടാണ് ഇഷ്ടം. അപ്പോൾ പ്ലാന്റ് വീഡിയോസുകളെല്ലാം വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പ്ലാൻ ലവർ ആണെങ്കിൽ തിരക്കിലും ഞാൻ ഇവർക്ക് വേണ്ടി 2 മിനിറ്റ് മാറ്റി വെക്കാറുണ്ട്. മൈൻഡ് ബ്ലോ ചെയ്യാൻ ഇതിലും വലിയൊരു ടിപ്സ് വേറെ ഇല്ല. ഇവരോട് സംസാരിച്ചിരുന്നാൽ നല്ലൊരു ആശ്വാസമാണ് മനസ്സിന്. ഓരോ ഇലകളും ഇതളുകളും വരുന്നത് ഒരുപാട് കൗതുകത്തോടെയാണ് ഞാൻ നോക്കി നിൽക്കാറുള്ളത്. അപ്പോൾ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്തിട്ടേക്കണേ. ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.